എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പ്ലെയിൻ സാൽന എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതായത് കുക്കറിൽ വെച്ച് തന്നെ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. പ്ലെയിൻ സാൽന നിങ്ങൾക്കറിയാം, ചപ്പാത്തി, പൊറോട്ട, ദോശ, ഇഡ്ഡലി എല്ലാത്തിനും ഹോട്ടലുകളിലൊക്കെ തരുന്ന പ്ലെയിൻ സാൽനയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ കുക്കറിൽ വെച്ച് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് കുക്കറിലില്ലാത്തവർ സാധാരണ പാനിലും ഉണ്ടാക്കാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ 2 വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ 2 to 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിയിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ ഹോൾ പെരിഞ്ജീരകമാണ് ഞാൻ ഇടുന്നത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതിടാം. കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവോള കൂടെ ഇട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഓണിയൻ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. കുറച്ചുകൂടെ ബ്രൗൺ ആകണം. അപ്പം നമുക്കിതിലേക്ക് ഉള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് ഓയിലൊന്നും ഒഴിക്കണ്ട. നിങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ഇടാം. ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇടുന്നുണ്ട്. ഇത് ഞാൻ ഫ്രൈ ചെയ്തതാണ്. പച്ചക്കപ്പലണ്ടി ആണെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓയിൽ ഇടുന്നില്ല, അതുകൊണ്ട് എളുപ്പത്തിൽ ഓയിൽ ഇട്ടിട്ടില്ല. ഫ്രൈ ചെയ്ത പീനട്ടുമാണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ആകും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ഇടണം. 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ഇടണുണ്ട്. ഇത് കപ്പലണ്ടി ഫ്രൈ ചെയ്തതായതുകൊണ്ടാണ് അത് ചൂടാകാൻ സമയം കൊടുക്കേണ്ടത്. ഇത് ഉടനെ തന്നെ ഇട്ടാൽ മതി. ഇപ്പോൾ എള്ളിൻ്റെ കളർ മാറുന്ന വരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാം. കരിയുണ്ട. ഇപ്പോൾ തന്നെ എനിക്ക് കളർ മാറി തുടങ്ങി. ഓക്കെ, ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഒരു പാത്രത്തിൽ എള്ളും 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും 1 ടേബിൾ സ്പൂൺ എള്ളും വറുത്തത് മാറ്റിയിട്ടുണ്ട്. അതായത് ആ ചൂടിൽ തന്നെ ഇരുന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയിട്ടുണ്ട്. തണുത്തിട്ട് നമുക്കിതിലൊരു 1/4 കപ്പ് തേങ്ങ കൂടെ ആഡ് ചെയ്ത് അരച്ചെടുക്കാം പേസ്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഓണിയൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടായിരുന്നു, എന്നിട്ട് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിൻ്റെ പച്ച സ്മെൽ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ ഇടുന്നത് കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളറായിരിക്കും. നമുക്കിനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത ശേഷം ടൊമാറ്റോ ആഡ് ചെയ്യാം. മസാല എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലപോലെ ഫ്രൈ ആകും. നമുക്കിത് നല്ല സ്മാഷ് ആകണം. സ്മാഷായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് ചൂടുവെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ വെള്ളം ചൂടാകാൻ വയ്ക്കുക സൈഡിൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി അരച്ചെടുക്കാം. അതായത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടിരുന്ന 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ജാറിലാക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് അല്പം കൂടുകയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ഇടാം. നിങ്ങളിതിപ്പോൾ കുക്കറിൽ ചെയ്യണമെന്ന് തന്നെ ഇല്ല, പാനിലും കൂടെ ചെയ്യാം. ഇതുപോലെ സെയിം പ്രോസസ്സ് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇത് ജാറ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. സാലിനേക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടതാണ്, അറിയാമല്ലോ, നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് തിക്നെസ് നിങ്ങൾ നോക്കി വെള്ളം ഒഴിക്കുക. ഇതൊന്ന് ചൂടായിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു തിളച്ച വെള്ളം കുറച്ച് ഒഴിക്കാൻ പോവുകയാണ്. ഏകദേശം ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതായത് മസാല കുറച്ചൊന്ന് കുക്കാകട്ട്. തേങ്ങ പച്ചയ്ക്കായിട്ട് അത് വറുത്തിട്ടില്ല. നിങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കേണ്ട, ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം വെള്ളം. കാരണം ഇത് സാലിന അറിയാം നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരുവിധം നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുക്കർ അടച്ച് ഇത് ലോ ഫ്ലെയിമിൽ
ഒരു വിസിൽ വയ്ക്കുകയാണ്. 1 അല്ലെങ്കിൽ 2, കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാനിലാണ് ഉണ്ടാക്കണമെങ്കിൽ നല്ലപോലെ തിളച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുറുകിയിട്ടെടുക്കാം, അതായത് നല്ല വെന്തിട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മെത്തിയുടെ ലീഫാണ് ഇടാൻ പോണത്. അറിയാം, ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. ഇത് പൊടിച്ച് കുറച്ചിടുകയാണ്. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുക, നല്ല മണമായിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതാണ് ഞാൻ ഇതിടുന്നത്. അല്ലെങ്കിലും ഇത് രണ്ടും ഇട്ടാലും നല്ല ടേസ്റ്റുമാണ്. നമുക്കിനി അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് ഒരു വിസിൽ വെച്ചെടുക്കാം. നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കറക്റ്റാണോ എന്ന്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പ്ലെയിൻ സാൽന ഞാനിപ്പോൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അത്രയ്ക്കും സ്വാദുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ മനീറ ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്